ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് തരവിലാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ABC ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. രാവിലെ ആദ്യത്തെ കാര്യമാണ്. ABC ജ്യൂസ് എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. A for ആപ്പിൾ, B for ബീട്രൂട്ട് ആൻഡ് C for ക്യാരറ്റ്. ഈ മൂന്ന് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനും അത് ട്രൈ ചെയ്യാണ്. കുറച്ച് ദിവസമായിട്ടോ അങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ പൗഡറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിലെന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പം ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. ഈ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ. അത് 2 പേർക്കുള്ള, എനിക്കും ഏട്ടനും കൂടി കഴിക്കാനുള്ളത്. അപ്പം മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ നേരെ വരിക, ഇത് പ്രിപ്പയർ ചെയ്യുക, കുടിക്കുക. ഇതാണ് ഫസ്റ്റ്. ഇനി കട്ട് ചെയ്ത കൂടി ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം ജസ്റ്റല്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ വരും, നല്ല സ്മൂത്തായിട്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുടിക്കാം. ലാസ്റ്റ് നൈറ്റ് വാവയ്ക്ക് കിട്ടിയ ഹോംവർക്ക് ചെയ്യാട്ടോ. ലൈഫിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ഹോംവർക്കാണ്. വാവ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. വാവ വാവൻ്റെ ഫസ്റ്റ് ഹോംവർക്കല്ലേ? ഓരോ ലെറ്റേഴ്സിൽ സ്റ്റാൻഡിങ് ലൈൻസ് വരയ്ക്കുക, വാട്ടർ കുടിക്കുക. ഇതാ പരിപാടി. എന്തായാലും വാവ ഫസ്റ്റ് ഹോംവർക്ക് ചെയ്യുന്നതിന് നല്ല ഹാപ്പി ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ വാവ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ പത്തിരി മതിയെന്ന്. അപ്പോൾ പിന്നെ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ്. മോർണിംഗ് എണീറ്റ് വാവയ്ക്ക് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് ഫുഡൊക്കെ കൊടുത്തത് കേട്ടോ. വാവയും അമ്മയും കൂടി എവിടെയാ പോകുന്നത്? സ്വിമ്മിംഗ് പൂൾ ഉള്ള സ്കൂളിൽ എന്നാട്ടോ പറയുന്നത്. അപ്പൊ ഞങ്ങള് പോവാണ്. ഇന്ന് വാവ എങ്ങനെയാ പോകുന്നത്? സൈക്കിളിലാ. വാവന്റെ ബാഗൊക്കെ റെഡിയാണ്. വാവ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഉച്ചക്ക് കാണാ പറയും. കേറ്. ഞങ്ങൾ ഇന്ന് സൈക്കിളിലാ പോകുന്നത് അല്ലേ? സൈക്കിളിൽ കേറ്. ഇതാ വാവന്റെ സൈക്കിള്. വാവയും ഞാനും സൈക്കിളിൽ ഇങ്ങനെ പോവാണ്. വാവ സ്കൂളിലേക്ക്. നല്ല വെയിലാണ്. വാവ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കേറിക്കോ. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകുന്ന എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. വാവ നല്ല കരച്ചിലായിരുന്നു. അപ്പം സെക്കൻഡ് ഡേ ഇപ്പം ഇന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പം ബായൊക്കെ പറഞ്ഞ് ആദ്യ കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഹാപ്പിയാണ്. വാവനെ ക്ലാസ്സിലാക്കി നല്ല ഇറങ്ങിപ്പോട്ടെ. കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. സ്റ്റുഡൻസൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. സൈക്കിളൊന്ന് സൈഡാക്കി വെക്കാം. അവൻ്റെ പോലെ വേറെയും കുട്ടികളൊക്കെ സൈക്കിളിൽ വരുന്നുണ്ട്. നല്ല വെയിലാണ് കണ്ടോ. ഞാനിങ്ങനെ വെയിലത്ത് നടന്നിട്ടെ ഇവിടെ ഒരു തണൽ മരം ഒരു സീറ്റൊക്കെ കിട്ടിയപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് പോവാന്ന് വിചാരിച്ചു. വെയില് അപ്പുറത്തെ സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ സോങ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ ആയിരിക്കും തോന്നുന്നുണ്ട്.
വീട്ടിലെത്തിയപ്പോഴേക്ക് ശരിക്കും പറഞ്ഞ നല്ല ടയേർഡായി. ഏത് വെള്ളം കുടിക്കാത്തവനും വെള്ളം കുടിച്ചു പോകും. എന്താ പറയാ, കുട എന്തെങ്കിലും വാങ്ങേണ്ടി വരും. എല്ലാം ഫാനടിച്ച് കരിഞ്ഞു പോവും ഞാൻ. ഇനിയുണ്ട്, തീർന്നില്ല പണി. ഇതാ കിടക്കുന്നു. കാര്യം പറഞ്ഞാല് 10-31 കൊല്ലം എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഒരു പണിയും ചെയ്യാത്ത ഞാൻ. ഇതൊക്കെ കണ്ട എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ നല്ല അതിശയിക്കും. കാരണം വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പണിയും ചെയ്യാത്ത ആളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ മുതൽ പിന്നെ തുടങ്ങി ഇതുപോലുള്ള എല്ലാ പണിയും ചെയ്യാൻ. അത് കേൾക്കുമ്പോഴും അവർക്ക് അത്ഭുതം, അവർക്ക് അതിശയാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. പിന്നെ അപ്പം ഇങ്ങനെ വീട്ടിൽ ക്ലീനിങ് കാര്യങ്ങൾ, കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും വീട്ടിൽ ഒരു കാര്യങ്ങൾ. മെയിനായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലാകുമ്പോൾ മടിയാണ്, അമ്മ എല്ലാം ചെയ്തോളും. അതുകൊണ്ട് ഇപ്പം ശരിക്ക് പറഞ്ഞ അതിൻ്റെ പാടറിയുന്നുണ്ട്. ഈ ടോയ്സിന്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയാ, ടോയ്സ് ഇങ്ങനെ ഏത് നേരം നോക്കിയാലും നുള്ളിക്കറിക്ക് എടുത്ത് വെക്കാനേ നേരമുള്ളൂ. പിന്നെയും നോക്കുമ്പോ അത് പരത്തിരുത്. ഇപ്പൊ ഞാനിതൊക്കെ എടുത്ത് സൈഡിൽ മാറ്റി വെച്ചാൽ ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പരത്തും. സ്കൂളിൽ പോകുന്നതിനോട് ആ നേരം മാത്രം ഇപ്പൊ ഒന്ന് ഒതുക്കി വെക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരാള് കയറി വരുമ്പോഴേക്കും എന്താ അത് വൃത്തിയില്ലാതെ കിടക്കുന്നു തോന്നും. പെട്ടെന്ന് ആള് നമുക്കെന്നെ നോക്കുമ്പോ അവിടെ ഇവിടെ എവിടെ തിരിഞ്ഞാലും ടോയ്സാ. എന്ത് ചെയ്യാനാ. അച്ഛനാണെങ്കില് ബാബുക്ക് പറയുന്ന ടോയ്സ് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാനുണ്ട്. അതിന് ഞങ്ങൾ എപ്പോഴും അടിപൊളി. മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ ചെന്ന സമയത്തും പിന്നെ എല്ലാവരെയും കാണുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ചോദിക്കാനതാ, നീ വീട്ടിൽ പണിയൊക്കെ എടുക്കുന്നുണ്ടോ, എന്തൊക്കെ ഉണ്ടാക്കും, ഇതൊക്കെയാണ് എല്ലാവർക്കും ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അപ്പേട്ടൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ തിരുവല്ലയിലായിരുന്നു പിന്നെ സൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് പോയതിന് ശേഷം അപ്പോൾ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണെന്ന് ആദ്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. സൈറ്റിൽ പോകുന്നതിൻ്റെ മുന്നൊക്കെ നേരത്തെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് എണീക്കും. എന്നിട്ട് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയൊക്കെ കുറേ ഹെൽപ്ഫുള്ളായിരുന്നു കുറേ കാലം വരെ. ഇപ്പം അടുത്ത് റീസെൻ്റ്ലി വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടേക്ക് വന്നതിന് ശേഷം ഏട്ടന് തീരെ ഒരു ഒഴിവ് കിട്ടുന്നില്ല. ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയോ, ഇതാണ് ഈ ബോട്ടിൽ. ഞാൻ 2 പാക്കറ്റായിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആക്ച്വലി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ കൽക്കണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. സാധാരണ കൽക്കണ്ടി അല്ല, പനം കൽക്കണ്ടി. അപ്പോൾ കണ്ടാൽ ശരിക്കും പനം കൽക്കണ്ടി എന്നല്ലേ. ഞാനിപ്പോൾ പറയുന്നതും വീഡിയോയിൽ പറയുന്നതും തമ്മിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? കാരണം മൈക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ മൈക്ക് ഓഫായി പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം ഞാൻ 2 പാക്കറ്റ്, അതായത് 200 ഗ്രാം 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് 200 ഗ്രാം വാങ്ങി. ഓൾമോസ്റ്റ് 150 റുപ്പീസാണ് 200-ന് ഒരെടുത്തത്. ഞാൻ പനങ്കൽക്കണ്ടിക്ക് ഇത്രയും റേറ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ വാങ്ങിച്ചിരുന്നു, പക്ഷേ റേറ്റൊക്കെ എനിക്ക് മറന്നുപോയി. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഈ ബോട്ടിലിടുമ്പോൾ എന്തോ ഒരു ചേഞ്ച് തോന്നി. അപ്പം ഞാൻ വായിലിട്ട് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല, മധുരമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എന്താക്കി, വേഗം അതിൻ്റെ ബില്ലെടുത്ത് നോക്കി എന്താണ് ഇതിൻ്റെ പേര്, അവരെന്താ അടിച്ചത് നോക്കണം. അപ്പം അതിൻ്റെ മേലെ കാണിക്കുന്ന ബദാം പിസിൻ എന്നാണ്. ബദാം പിസിൻ എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഗമ്മാണ്. ആൽമണ്ടിൻ്റെ മരത്തിൻ്റെ മുകളിലുള്ള പാഷ്യം അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ ആകെയോ, ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇതിനെ കൊണ്ട് ഒരു ഐഡിയ ഇല്ല. വേഗം ഞാൻ എൻ്റെ ഫോണെടുത്ത് നെറ്റിൽ നോക്കി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ബദാം പിസിൻ എന്നുള്ള അതാണ് ഞാൻ അടിച്ചു നോക്കിയത്. അപ്പം അതിലാണ് ആൽമണ്ട് ഗം എന്ന് കണ്ടത്. അങ്ങനെയാണ് അത് ആൽമണ്ട് ഗം ആണ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സെർച്ച് ചെയ്തപ്പം ഇത് ഓരോ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് എടുത്തിട്ട് ജ്യൂസിൽ എന്തെങ്കിലും കുടിക്കാന്നുള്ളത്. വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
അങ്ങനെയൊക്കെയാണ് അതിൽ കണ്ടത് കേട്ടോ. ഹെൽത്തിന് നല്ലതാണെന്നൊക്കെയാണ്. അതുപോലെ വിശപ്പ് അധികം നമുക്ക് ഉണ്ടാവില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനത് ഒരു ഒരളവിൽ ഞാൻ എടുത്ത് ഞാൻ സോക്ക് ചെയ്ത് അങ്ങനെ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇട്ട് വെച്ച പാത്രം ഫില്ലായി. അപ്പം ഞാൻ വീണ്ടും നെറ്റിൽ നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത്രയും ഞാൻ അതിലിട്ടുണ്ടായിരുന്നു. അപ്പം 1 2 ഒക്കെ ഇട്ടാൽ മതി, നമുക്ക് 1 2 ആൾക്ക് യൂസ് ചെയ്യാൻ എന്നുള്ളത്. അപ്പം ഞാനാണെങ്കിൽ ഇത്രയും അളവിൽ ഇടുകയും ചെയ്തു. അപ്പം ഞാൻ വേഗം പാത്രം മാറ്റി ഞാൻ അതിൽ സോക്ക് ചെയ്യാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോൾ ഇത് നിറയെ ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ല പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ ജെല്ലില്ലേ, ആ ഒരു ജെല്ലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നല്ല സോഫ്റ്റാണ്, നല്ല ജെല്ല് രൂപത്തിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയാ ചെയ്യാന്നറിയില്ല, നമുക്കത് ജ്യൂസിലിട്ട് കുടിച്ച് നോക്കാം. നല്ല മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് ഇട്ടിട്ട് കുടിച്ച് നോക്കി. പക്ഷെ ഒരു ടേസ്റ്റോ ഒന്നും ഇല്ലായിരുന്നു. എന്താവും അപ്പം ഹെൽത്ത് വൈസ് നല്ലതാണെന്നൊക്കെയാണ് അതിൽ കാണുന്നത്. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വാങ്ങി, ഇതിപ്പോൾ 200 ഗ്രാമാണ് അതിലുള്ളതും കൂടി. 1 2 ആൾക്കതിൽ 1 2 പീസ് തന്നെ മതി, അത്രയും വേണ്ട, ഒരു പീസൊക്കെ മതിയാവും. അപ്പം ഞാനിപ്പോൾ വാങ്ങിയ ക്വാണ്ടിറ്റി അപ്പം അത്രയും അളവ് കൂടുതലാണ്, കുറേ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പം അതെന്തിനൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ കഴിക്കുക എന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. എന്നെ പോലെ ഞാൻ അബദ്ധം പറ്റിപ്പോയി, സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനൊരു തണുപ്പ് കിട്ടുമെന്നൊക്കെയാണ് ഞാനതിൽ വായിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇത് പിന്നെ ഇവിടെ തമിഴ്നാടൊക്കെ നല്ല ചൂടുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇവിടെ അത് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഇവിടുത്തുകാരൊക്കെ ചിലപ്പം യൂസ് ചെയ്യുന്നുണ്ടാവും, ജ്യൂസിലൊക്കെ ഇടുന്നുണ്ടാവും. റയാനെ കൂട്ടിയതാ വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുക. നല്ല തലവേദന, ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല വെയിലായിട്ട് വാവത് അവിടെ ഇരിക്കുന്നുണ്ട്. വാവക്ക് ബിസ്ക്കറ്റ് വേണം പറയുന്നു. വാവേ ബിസ്ക്കറ്റ് തട്ടമ്മ. ഏതാ വേണ്ടത്, ഇത് വേണോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റാ. ഞങ്ങൾ രണ്ടാളും ഓരോ ബിസ്ക്കറ്റ് കഴിക്കാം. ഇതില്ലേ ആര്യവേപ്പിൻ്റെ മരം, അതിൻ്റെ താഴെ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഇന്നിനി വളരെ ടയേർഡാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റുബിൽ.